നമുക്കിന്ന് ഒരു തക്കാളി രസമാണ് ഞാനിന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 6 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയിലെടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഞാൻ ആവശ്യത്തിന് 2 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു പാനിൽ കടുക് പൊട്ടിച്ച് ജീരകവും വറ്റൽമുളകും അതിൻ്റെ കൂട്ടത്തിൽ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി ഇതിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു നാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ, അതും പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. അത് നല്ലോണം തിളയ്ക്കണേ. തിളച്ച് വരുമ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് ചേർത്ത് കൊടുക്കണം. അതിനൊപ്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ കായം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ ഒരുപാട് കായം, എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് കായം ഇഷ്ടമാണ്. എത്ര കായിട്ടാലും കായം തികഞ്ഞില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് മല്ലിയില തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. നമ്മുടെ തക്കാളി രസം റെഡി.